ക്രൂശിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഏകനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിൽ 4 മുഖ കുരിശിൽ പഞ്ചമുറിവുകളേറ്റ് 6-ാം ദിവസമാകുന്ന ഒരു വെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്കുകളെയും വചനങ്ങളെയും ഉച്ചരിച്ചിട്ട് 8 പ്രധാന സംഘങ്ങളാൽ വിധിക്കപ്പെട്ട് 9-ാം മണിയുടെ യാമത്തിൽ തലയോടിടുമെന്ന അർത്ഥമുള്ള ഗോൽഗോഥാ മലയുടെ മുകളിൽ എൻ്റെ നിന്റെ പാപത്തെ പേറിക്കൊണ്ട് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കാൽവറിയിലേക്ക് പ്രവേശിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച അരുമനാഥനായ കർത്താവിൻ്റെ കാൽവരി ക്രൂശിനെ ദർശിക്കാതെ അതിനെ അവഗണിച്ച് മറികടന്നും നമുക്ക് ചിന്തിക്കുവാനോ പോകുവാനോ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ ക്രൂശ് നമ്മുടെ ഒരു വികാരമാണ്. ക്രിസ്തു നമ്മുടെ നേതാവും കുരിശ് നമ്മുടെ അടയാളവുമാണെന്നുള്ളത് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ സത്യമാണ്. ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്? രോഗത്താൽ ബന്ധിക്കപ്പെട്ടവർ, പാപത്താൽ ബന്ധിക്കപ്പെട്ടവർ, പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടവരെ, ബന്ധനമഴിക്കുന്ന, ചങ്ങല പൊട്ടുന്ന, മൺകുട ഉടയ്ക്കുന്ന, തീ കത്തുന്ന, രോഗം മാറ്റുന്ന ഒരു സ്വർഗീയ ആരാധനയിൽ ഈ ക്രൂശിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സന്ധിയാകാൻ ക്രൂശിന്റെ ചുവട് നമ്മെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല. ക്രൂശിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഓർത്തോണം, ഒന്ന്, ആ ക്രൂശ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ എന്താണെന്നറിയാമോ? അവൻ്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. വീണ്ടും ഞാൻ ഒരു വാചകം അടിവരയിട്ട് വരാം. വരേണ്ടതുപോലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ, ഇരിക്കേണ്ടതുപോലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ചോദിക്കേണ്ടതുപോലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഈ രാത്രി ക്രൂശ് നിങ്ങൾക്ക് വീണ്ടും ഓഫർ തരികയാണ്. എന്താണത്? അവൻ്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളാൽ, രോഗങ്ങളാൽ, ദുഃഖങ്ങളാൽ, ഭാരങ്ങളാൽ, വേദനകളാൽ, നെടുവീർപ്പുകളാൽ, വിഷയങ്ങളാൽ, വിഷമങ്ങളാൽ, പ്രതിസന്ധികളാൽ, പ്രതികൂലതകളാൽ വലയുന്നവരെ, ഉടക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരെ ക്രൂശിന്റെ ചുവട് ബന്ധനങ്ങൾ അഴിക്കുന്നതാണ്. അത് രോഗബന്ധനമായാലും, അത് പാപബന്ധനമായാലും, അത് പൈശാചിക ബന്ധനമായാലും കെട്ടുകളെ അഴിക്കുവാൻ മതിയായ ദൈവത്തിൻ്റെ കാൽവരി ക്രൂശ്, അതേ, അവൻ്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. നമുക്ക് എത്രത്തോളം വിശ്വാസത്തിൻ്റെ ആഴമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ ആഴമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകും, ഒരു സംശയമില്ല. ഇന്ന് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു സൗഖ്യദാന ശുശ്രൂഷയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗാവസ്ഥയുടെ ബന്ധനത്തെ പൊട്ടിച്ച് തകർക്കാൻ നിനക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ആര് പറയും പ്രിയപ്പെട്ടവരെ? ആര് പറയും? സ്വന്തം ഭർത്താവ് പറയുമോ ഇങ്ങനെ ഒറ്റ വാക്കിൽ? ഭാര്യ പറയുമോ? മക്കൾ പറയുമോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ പാപ രോഗബന്ധനങ്ങളെ പൊട്ടിച്ചെറിയുവാൻ നിനക്ക് സാധിക്കും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുകയല്ല പ്രിയപ്പെട്ടവരെ. ആരും തൊടാൻ അറയ്ക്കുന്നവരെ എൻ്റെ തമ്പുരാൻ തൊട്ടു, ആരും സ്നേഹിക്കാൻ അറയ്ക്കുന്നവരെ എൻ്റെ തമ്പുരാൻ സ്നേഹിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഈ മുക്കുവന്മാരെല്ലാം ഈ ശിഷ്യന്മാരായത് എങ്ങനെ? ഈ മുക്കുവന്മാർക്ക് എന്നാ മാന്യതയുള്ളത്? ഈ മുക്കുവന്മാരെ ആർക്ക് വേണം? എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ പരിശോധിച്ചാൽ 3/4 ശിഷ്യന്മാരാണ്. ആരും സ്നേഹിക്കാനില്ലാത്തവരെ എൻ്റെ തമ്പുരാൻ സ്നേഹിച്ചു. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ആർക്കും വേണ്ടാത്ത എന്നെ, എല്ലാവരും അവഗണിക്കപ്പെട്ട എന്നെ, പാർശ്വവൽക്കപ്പെട്ട എന്നെ, തള്ളിക്കളയപ്പെട്ട എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, ആരോരുമില്ലാത്ത എന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നുള്ള വലിയ ചിന്ത നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടും ധൈര്യ ഉറപ്പുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആകയാൽ ആരും തൊടാത്തവരെ എൻ്റെ തമ്പുരാൻ തൊട്ടു. കുഷ്ഠരോഗിയുടെ സ്ഥാനം പാളയത്തിന് പുറത്താ. അവന് സമൂഹമധ്യത്തിൽ പള്ളിയിലൊന്നും വരാൻ അവന് അവകാശമില്ല, അവന് അവസരമില്ല. അവൻ്റെ സ്ഥാനം പാളയത്തിന് പുറത്താണ്. മനുഷ്യരുടെ മുമ്പിൽ പോലും വരാൻ അവന് അവകാശമില്ലാത്ത സ്ഥാനത്ത് എങ്ങനെയോ പിടച്ച് ചുള്ളിച്ചാടി യേശുവിൻ്റെ മുമ്പിൽ കവണ് വീണ് പറഞ്ഞു, കർത്താവേ, നീ മനസ്സ് വെച്ചാൽ എന്നെ വേണമെങ്കിൽ നിനക്ക് കാട്ടിപ്പായിക്കാം, എന്നെ വേണമെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാം, എന്നെ വേണമെങ്കിൽ നിന്നെ ബഹിഷ്കൃതനാക്കാം. എൻ്റെ മുമ്പിൽ വന്നതിനെക്കുറിച്ച് അതൊരു കുറ്റാരോപണമായി നിന്നെ തള്ളിക്കൊല്ലാം. പ്രിയപ്പെട്ടവരെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ ആധിക്യവും ആഴവും അവന് കൃത്യമായി ബോധ്യപ്പെടുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ കൈനീട്ടി അവനെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്
TNT സംബന്ധമാകാം, തലവേദന സംബന്ധമാകാം, ബ്രെയിൻ സംബന്ധമാകാം, ഇനി അകത്തോട്ട് കയറിയാൽ ഉദര സംബന്ധമാകാം, ഗർഭപാത്രമാകാം, വൃക്കയാകാം, കരളാകാം, ഹൃദയമാകാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ക്യാൻസർ ആകാം, എയ്ഡ്സ് ആകാം, കുഷ്ഠരോഗമാകാം, അതല്ല അസ്ഥി സംബന്ധമായി പടല് വേദനയാകാം, കാൽമുട്ട് വേദനയാകാം, കായ്മുട്ട് വേദനയാകാം, നട്ടല് വേദനയാകാം, അസ്ഥി സംബന്ധമായി ഏതുമാകാം. മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന, ലജ്ജിക്കുന്ന ചില രഹസ്യ രോഗങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിപ്പടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. ഈ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് കുരിശ് വരയ്ക്കുമ്പോൾ ഈ കുരിശിനെ കുറിച്ചുള്ള ആഴമായ ചിന്തയും വിശ്വാസവും ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ കുരിശിൻ്റെ ചുവട്ടിലേക്കാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ക്ഷണിച്ച് കൂട്ടി വന്നിരിക്കുന്നത്. അല്പം മാറിയിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ക്രൂശിത രൂപം മാഞ്ഞു പോകരുത്. അവൻ്റെ അടിപ്പടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകണം. അതിനാൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്കും കഷ്ടാനുഭവത്തിലേക്കും പ്രിയപ്പെട്ടവരെ സഹനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ തമ്പുരാന്റെ ക്രൂശ് മരണത്തിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുവാൻ, അയവിറക്കുവാനുള്ള വലിയ അവസരങ്ങളാണ്. കഷ്ടതകളെക്കുറിച്ചുള്ള അയവിറക്കലുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി. അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിലൂടെ കീറ്റുചാലുകളിലൂടെ ഒഴുകുന്ന തിരുരക്തം, അത് ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും അതിൻ്റെ ശക്തിയൊക്കെ കുറച്ച് കാണുന്ന ഒരു തലമുറയിലാണ് ഭക്തിയുടെ പാപം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഈ തിരുശരീര രക്തങ്ങളെയും കുർബാനകളെയും പ്രസംഗങ്ങളെയും ദൈവവചനത്തെ അളക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. അതുകൊണ്ട് ഭക്തിയുടെ മാർഗം നഷ്ടപ്പെട്ടു പോകരുത്, ഭക്തിയുടെ ശക്തി ക്ഷയിച്ചു പോകാൻ ഇടയാകരുത് പ്രിയപ്പെട്ടവരെ. മറിച്ച് അവൻ്റെ ശരീരത്തിലെ കീറ്റുചാലുകളിലൂടെ ഒഴുകുന്ന തിരുരക്തത്താൽ നമ്മുടെ സർവ്വ പാപവും മായ്ക്കപ്പെടുന്നു. ദൈവമേ, ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഈ നൊയമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ ആത്മാർത്ഥമായി ഒന്ന് ആത്മതപനം ചെയ്യുമോ? കർത്താവേ, ഞാൻ പാവിയല്ലേ, എന്തെന്നാൽ എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും എൻ്റെ ജഡം ബലഹീനമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് പറ്റാതെ പോയി, ഇച്ഛിക്കാത്ത തിന്മകൾ വന്നുപോയി. അതുകൊണ്ട് തന്നെ കർത്താവേ, പറയരുതാത്തതൊക്കെ ഞാൻ പറഞ്ഞു കൂട്ടി, ചെയ്യരുതാത്തതൊക്കെ ഞാൻ ചെയ്തു കൂട്ടി, വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഞാൻ തെറ്റുകൾ ചെയ്തു. എൻ്റെ വികാരങ്ങളിൽ ഞാൻ കുറവുകൾ വരുത്തി. ആ പാവിയാണ് ഞാൻ. ആ പാവികളിൽ ഒന്നാമത്തെ പാവി ഞാനാണെന്ന് തെറ്റു പറയാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. വീണ്ടും പറയുന്നു, ദൈവമേ, ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് അറിയിച്ചു, ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് ഇളച്ചു തന്നു. കുമ്പസാരമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ദൈവമേ, ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് അറിയിച്ചു, ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് എന്നോട് ക്ഷമിച്ചു തന്നു. മുടിയൻ പുത്രൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് അറിയിച്ചു, ഒന്നും മറച്ചു വെച്ചില്ല. ദൈവമേ, ഞാൻ പാപം ചെയ്തു ഏറ്റുപറയുമ്പോൾ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് നിലവിളിച്ചുകൊണ്ടൊരു കുമ്പസാരത്തിൻ്റെ ആത്മീയാനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഈ വചന ശുശ്രൂഷകളെ ക്രൂശിൻ്റെ ചുവട്ടിലുള്ള ഇരിപ്പ് നമുക്കിടയാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊരു അനുഗ്രഹമാണ്. പാപബന്ധനം, രോഗബന്ധനം മാത്രമല്ല, പൈശാചിക ബന്ധനങ്ങളും ഈ രാത്രികളിൽ അഴിഞ്ഞു വീഴുവാൻ നൊയമ്പിൻ്റെ പ്രാർത്ഥന ാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എത്രയോ തലമുറകൾ പൈശാചിക ബന്ധനത്തിലാ പ്രിയപ്പെട്ടവരെ. പിശാചി പിടിച്ചുകൊണ്ട് പോകുക മദ്യപാനത്തില്, മയക്കുമരുന്നില്, ദുർമാർഗത്തില്, മാതാപിതാക്കന്മാർക്ക് പിടികൊടുക്കാതെ, ഗുരുക്കന്മാർക്ക് പിടികൊടുക്കാതെ തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതേ പ്രിയപ്പെട്ടവരെ, അത് ആണും പെണ്ണും ഒരുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിശാചിൻ്റെ ബന്ധനം, പൈശാചിക ബന്ധനങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാപബന്ധനങ്ങൾ അഴിഞ്ഞു വീഴാൻ, രോഗബന്ധനം അഴിഞ്ഞു വീഴാൻ, പൈശാചിക ബന്ധനങ്ങൾ തച്ചുടയ്ക്കുവാൻ ഈ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് സർവശക്തി ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കാം. നമ്മുടെ കുരിശ് കുറച്ചുകൂടെ പൊക്കി പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഉയരത്തിലേക്ക് നോക്കാമോ അത്രത്തോളം നമുക്ക് ഉയരത്തിലേക്ക് നോക്കാം. കന്നാലിയായിട്ടല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത്, മൃഗമായിട്ടല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. അവരൊക്കെ താൽക്കാലികളാണ്. അവർക്കൊക്കെ താഴോട്ട് നോക്കാനേ പറ്റൂ, മുകളിലേക്ക് നോക്കാൻ നിവർത്തിയില്ല. എന്നാൽ രണ്ടു കാലിൽ നിവർന്നു നിൽക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും തന്ന് രണ്ടു കാലുള്ളവരായി നമ്മളെ ദൈവം സൃഷ്ടിച്ചത്
മൃഗങ്ങളെ പോലെ കുനിഞ്ഞു നടക്കാനല്ല. ഈ മണ്ണും ഈ പെണ്ണും ഈ പൊന്നും ഇതിനു വേണ്ടി കുനിക്കപ്പെടാനല്ല. മണ്ണും പെണ്ണും പൊന്നും എന്നുള്ളതിനേക്കാൾ ഉപരിയായി അപ്പാ പിതാവെ വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ഞാനും നിങ്ങളും നട്ടല് നിവർത്തി കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി, അപ്പാ ഞാൻ എൻ്റെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന്? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരനുഗ്രഹമാണ്. അങ്ങനെ ഉയരത്തിലേക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാലോ, അവങ്കലേക്ക് നോക്കിയവർ, ഒന്ന് പറഞ്ഞേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ മണ്ണേ, ഈ പെണ്ണേ, ഈ പൊന്നേ എന്നും പറഞ്ഞ് ഭൂമിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നടന്നവന്മാരെല്ലാം ഇന്ന് ലജ്ജിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാങ്കുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഡിപ്പോസിറ്റുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മണ്ണും പെണ്ണും പൊന്നും തലകളെ കുനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ള നമുക്ക് അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രി പ്രകാശിതരായി മടങ്ങിപ്പോകാൻ, ഈ ആത്മീയാനുഭവം അതാണല്ലോ, പ്രകാശിതരായി മടങ്ങിപ്പോകാൻ, നിരാശകളും ക്ലേശങ്ങളും എല്ലാം മാറി പ്രകാശിതരായി മടങ്ങിപ്പോകാൻ ഈ രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നൊരു അത്യാഗ്രഹം കൂടി എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. കാരണം വണ്ടികളിങ്ങനെ ചീറിപ്പായാണ്. ഒരമ്മാമ്മ പ്രിയപ്പെട്ടവരെ അച്ഛനോട് എല്ലാ ആഴ്ചയും അങ്ങ് പരാതിയാണ്. എന്താണെന്നറിയാമോ അച്ഛനോട് പറയുന്ന പരാതി? അച്ഛാ, ഈ പള്ളി ഞാനൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതാ, പക്ഷേ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല അച്ഛോ, അച്ഛൻ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം. ആൻറ്റിയോട് അച്ഛൻ ചോദിച്ചു, അതെന്താ ആൻറ്റിക്ക് അസൗകര്യമായിട്ട് ആരാധിക്കാൻ വന്നിട്ടും ആരാധിക്കാൻ ഏകാഗ്രത കിട്ടാത്ത തരത്തിൽ എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ പറയാണ്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അന്നേരം പുറകെ കൂടി ഇടിച്ചു തള്ളി ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു, എൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വരുമ്പോഴാ പള്ളിയുടെ തെക്കേ വരാന്തയിൽ കൂടെ വണ്ടിയെ വന്ന ആളുകൾ തളപ്പളപളാന്നുള്ള സാരിയും അതുകൊണ്ട് മിനുമിനാന്നുള്ള സ്വർണ്ണം ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു. എങ്ങനെ നോക്കിപ്പോകാതിരിക്കും? അപ്പോൾ അതിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. പിന്നീട് അമ്മ പറഞ്ഞു, നാണ്ട് മേളിൽ രണ്ടുമൂന്ന് പാലിട്ടിരിക്കുന്നു, അതിങ്ങനെ കറ 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 എന്ന് ശബ്ദമുണ്ടാക്കി കറക്കിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊരു വലിയ പരാതി. ഇത് 1, 2, 3 വട്ടമൊന്നുമല്ല. ഈ ആൻറ്റി ജോസച്ചനോടല്ല അച്ഛനോട് ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കുഴഞ്ഞു. പ്രിയപ്പെട്ടവരെ, സന്യാസി ഇത് കേട്ടു. ഈ സഹോദരിയുടെ ആരാധനയ്ക്കുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഫാനിൻ്റെ ശബ്ദമുള്ള കറക്കല്, വണ്ടിയിൽ വന്നിറങ്ങുന്നവരെ പളകുന്ന ആളുകളുടെ ഈ വന്നിറക്കും പോക്കും, പ്രിയപ്പെട്ടവരെ ആരാധിക്കുക ഏകാഗ്രത നിൽക്കുമ്പോൾ ഇടയ്ക്കൂടെ തള്ളിക്കയറി മുമ്പിൽ അല്ലേ, അതിനെ എപ്പോഴും പറയും, ആദ്യം വരുന്നവരങ്ങ് മുമ്പോട്ട് കയറി നിന്നാൽ നിങ്ങളെ തള്ളിയിട്ട് പിന്നെ ആരെങ്കിലും മുമ്പിൽ വരുമോ? ഇല്ലല്ലോ. ആദ്യം ആരാധിക്കാൻ വരുന്നവർ ഏറ്റവും പുറകെ പോയി നിൽക്കുന്നുണ്ടല്ലേ പിന്നീട് വരുന്നവരെ നിങ്ങളെ തള്ളിയിട്ടേച്ച് മുമ്പോട്ട് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ആരാധിക്കാൻ വരുന്നവരാണെങ്കിൽ ആദ്യം വരുന്നൊരു വാശി ഉണ്ടാകണം, എനിക്കെൻ്റെ തമ്പുരാൻ്റെ കൃപാസനത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കണം, ബലിപീഠത്തിൻ്റെ ഏറ്റവും ചേർന്ന് നിൽക്കണം, കുരിശിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആദ്യം വരുന്നവർ മുമ്പേ പോയി നിൽക്കണം. അപ്പോൾ പിന്നെ താമസിച്ച് വരുന്നവർ നിങ്ങളെ ഇടിച്ച് തള്ളിയിട്ടേച്ച് മുമ്പോട്ട് ഒരിക്കലും പോകുകയില്ല. അപ്പോൾ ഈ ആൻറ്റിയുടെ പരാതി ആവർത്തിച്ച് ഈ സന്യാസിയുടെ അടുക്കൽ വന്നപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന വണ്ണം അവർക്കൊരു പാഠം കൊടുക്കാൻ തക്കണം സന്യാസി അവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തു. ഒരു ദിവസം വന്നപ്പോൾ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു, ഈ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പി പോകാതെ ഈ ആശ്രമത്തിന് ചുറ്റും ഒരു വലം വെച്ചിട്ട് വരാൻ പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, ഞാനാരാ മോള്, എന്നെ കൊണ്ട് ഒക്കാത്തത് എന്താ? സന്യാസി അങ്ങനെ എന്നോട് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നിന്ന് കവിയാതെ തുളുമ്പാതെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് സന്യാസി ഏൽപ്പിക്കാം. ശരി, വാശിയോട്, നല്ല കാര്യം. ആൻറ്റിയുടെ കയ്യിൽ ഗ്ലാസ് നിറച്ച് വെള്ളവും കൊടുത്ത് സന്യാസി വിട്ടു. ആശ്രമത്തിന് ചുറ്റും ഈ സ്ത്രീ വളരെ ശ്രദ്ധയോടെ, അതൊരു വാശിയായിട്ട് എടുത്തത് കൊണ്ട്, ഒരു ജാഗ്രതയോടെ എടുത്തത് കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും, നോക്കൂ പ്രിയപ്പെട്ടവരെ, ഗ്ലാസിൽ നിന്ന് തുളുമ്പി
വെളിയിലേക്ക് പോകാതെ വണ്ണം വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും അതിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധ പതിപ്പിച്ചും ഈ സ്ത്രീ ഈ ആശ്രമത്തിന് ചുറ്റും ഈ ഗ്ലാസ്സിലെ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പി കളഞ്ഞു പോകാതെ സൂക്ഷിച്ച് ഭദ്രമാക്കി ഒരു റൗണ്ട് വെച്ച് സന്യാസിയുടെ അടുക്കൽ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. സന്യാസി ചോദിച്ചു, ഇതിൽ ഒരു തുള്ളി പോലും തുളുമ്പിപ്പോയില്ലേ? ഇല്ല. സംശയമുണ്ടെങ്കിൽ അളന്ന് നോക്കിക്കോ, തന്ന അളവ് തന്നെയുണ്ട്, ഒരു തുള്ളി പോലും തുളുമ്പിപ്പോയിട്ടില്ല. ഓക്കെ. ചോദിച്ചു, നിങ്ങളിങ്ങനെ ഇതും കൊണ്ട് പോയപ്പോൾ ഇതുവഴി കുറേ വണ്ടികളും വള്ളങ്ങളൊക്കെ പോയല്ലോ, അതുവല്ലോ നിങ്ങൾ കണ്ടോ? ഉടനെ സന്യാസിയോട് ഈ സ്ത്രീ ചോദിക്കുകയാണ്, അതെങ്ങനാ സ്വാമി? ഞാനത് ശ്രദ്ധിച്ചാൽ എൻ്റെ കയ്യിലുള്ള വെള്ളം തുളുമ്പിപ്പോവില്ലേ? അപ്പോൾ വണ്ടി പോയതും അവർ കണ്ടില്ല, വണ്ടി വന്നതും അവർ കണ്ടില്ല. അവരുടെ കയ്യിലുള്ള വെള്ളം തുളുമ്പാതെ അതിൽ മാത്രം ശ്രദ്ധിച്ചു. ആളുകൾ ഇതിൽ പളവള സാരി ഉടുത്തും മിനുമിന സ്വർണ്ണമിട്ടും പലരും നിങ്ങളുടെ മുമ്പിൽ കൂടെ ഈ ആശ്രമത്തിൽ വന്നു പോയല്ലോ, അവരെ നിങ്ങൾ കണ്ടില്ലേ? അതെങ്ങനാ സ്വാമി? ഞാൻ ഈ പളവള സാരി കണ്ടുകൊണ്ടിരുന്നാൽ, മിനുമിന സ്വർണം കണ്ടുകൊണ്ടിരുന്നാൽ എൻ്റെ ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പിപ്പോകില്ലേ? വെള്ളം തുളുമ്പിപ്പോകാതിരിക്കാൻ ഞാൻ ഈ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ച് ഏകാഗ്രതയോടെ നടന്നു. ഇവിടെ പഴയ പാൻ ഇപ്പോഴും ഉണ്ടല്ലോ, അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് നടന്ന അകത്തേക്ക് കയറിയപ്പോൾ ഇപ്പം നിങ്ങൾ ആ കറകറ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? അതെങ്ങനെയാ സ്വാമി ഞാൻ കേൾക്കുന്നത്? ആ പാനിൻ്റെ ശബ്ദം ശ്രദ്ധിക്കാൻ പോയാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പിപ്പോകില്ലേ? അത് സ്വാമിക്ക് ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് എൻ്റെ ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പിപ്പോകാതിരിക്കാൻ ഞാൻ വിചാരിച്ചാൽ കൃത്യമായി നടക്കും. അതുകൊണ്ട് പ്രസംഗം പരിച്ചു വിറ്റേ പറയത്തുള്ളൂ. ഈ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്ന നിങ്ങളെ ഒരുക്കാൻ ഞാൻ 3/4 സമയം അങ്ങ് എടുത്തതേ ഉള്ളൂ. പ്രിയപ്പെട്ടു, ഇനി ഇച്ചിരി 10 മിനിറ്റ് പറയത്തേ ഉള്ളൂ കേട്ടോ, അത് മതി. നിങ്ങളുടെ ഇരുപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എത്ര വണ്ടി പോയാലും വള്ളം പോയാലും ആംബുലൻസ് പോയാലും നിങ്ങൾ പോകത്തില്ലെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലിരിക്കുന്ന വെള്ളം തുളുമ്പിപ്പോകാതെ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയത്തിലെ ആ തുളുമ്പലുകൾ വിങ്ങലുകൾ വരാതെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഒരു ചെറിയ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ ഭാഗം നിങ്ങളെ ഒരുക്കാൻ മനഃപൂർവ്വം ഞാൻ എടുത്തതാണ്. ഇനി പകുതി ഭാഗമേ പ്രസംഗിക്കുകയുള്ളൂ. നിങ്ങളെ സമയത്ത് തന്നെ വീട്ടിൽ പറഞ്ഞു വിടും. ആരും അതിനു മുമ്പ് കോട്ടുവായിടാനോ ഇങ്ങനെ കാണിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും ശ്രമിക്കരുത്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സുവിശേഷം നിങ്ങളോട് പറയണമെന്നാണ് എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ സുവിശേഷം എന്താ? കോവിഡാനന്തര കേരളമായത്, കോവിഡാനന്തര പോരുവഴിയായത്. ആ കോവിഡിൻ്റെ പാർശ്വഫലങ്ങൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പേശി വേദനകൾ, ചില ചുമയുടെ അസ്വസ്ഥതകൾ, ശരീരത്തിൻ്റെ നൊമ്പരങ്ങൾ, ഇങ്ങനെ കോവിഡ് വന്നിട്ടുള്ള അനേകർക്ക് ശാരീരികമായ പ്രയാസം ഒത്തിരി ഉണ്ട്. അതനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായും നിങ്ങൾ ഒത്തിരി കഷ്ടതകളിലൂടെ ഈ നാളുകളിൽ കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ 2 പ്രളയങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, അതോടൊപ്പം തന്നെ കോവിഡ്-19 തീവ്രമായ ഉത്കടമായ നൊമ്പരങ്ങൾ നമ്മൾ ഒത്തിരി അനുഭവിച്ചു. 2 വർഷക്കാലം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മീറ്റിംഗാണ് നമ്മളിങ്ങനെ പരസ്യമായി കൂടുന്നത്. നമുക്ക് കൂടി വരാൻ സാധിക്കുമായിരുന്നില്ല. ആർക്കും ആരാധിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു എന്ന് പ്രവാചകൻ പുസ്തകത്തിൽ എഴുതി വെച്ചത് കഴിഞ്ഞ 2 വർഷം നമ്മൾ അനുഭവിച്ചതാ. ആർക്കും ആരാധിച്ചു കൂടാത്ത രാത്രി വന്നു. സർക്കാരിൻ്റെ അനുവാദമില്ലാതെ കൂടാനൊക്കെയില്ല, കുർബാനയ്ക്ക് പോകാനൊക്കെയല്ല, മരണത്തിന് പോകാനൊക്കെയല്ല, കല്യാണത്തിന് പോകാനൊക്കെയല്ല. ഇത് നമ്മൾ നേരിട്ട് മുഖാമുഖം അനുഭവിച്ചിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത തരംഗം ജൂണിൽ വരുന്നു എന്ന് പറയുന്നു. അതിന് മുമ്പ് വരുന്നോ പിമ്പ് വരുന്നോ എന്ന് നമുക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ജനത്തിന് സാധിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്, നേർപത്രമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഒരു സംഗതി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരികയാണ്. കഷ്ടത ജീവിതത്തിൽ ഇത്രയും വലുതായിട്ട് വന്നെങ്കിലും കഷ്ടതകളുടെ നടുവിലും ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം
അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ഞാനും നിങ്ങൾ ശോധന ചെയ്യപ്പെട്ടെങ്കിലും ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹം ധാരാളമായി അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയും ജനസമൂഹവുമാണ് ഞാനും നിങ്ങളും എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയം സഹനവും ദൈവത്തിൻ്റെ സ്നേഹവും എന്നുള്ളത് തന്നെയാണ്. കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ച വലിയ സത്യം. ഇതിനേക്കാൾ വലിയ യാതനകളും കഷ്ടതകളും യുദ്ധങ്ങളും ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധികളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറകളിൽ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തകർന്നു പോകുമെന്ന് ചിന്തിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തലമുറകളെല്ലാം ദൈവാത്ഭുതകരം അതിശയമായി വിടിവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ സഹനങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ സഹനവും സ്നേഹവും ഒക്കെ ചുമ്മാ ബുക്കിലൊന്ന് കുറിച്ച് നോക്കിയപ്പോൾ ഇത് രണ്ടിൻ്റെ റൂട്ട് ഒന്ന് തന്നെയാണ്. സഹനം ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ റൂട്ട്. നിങ്ങൾ എഴുതി നോക്കിയാലും സായും ഹായും ന്യായും അതിൻ്റെ അകത്തും കാണും. സഹനവും സ്നേഹവും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് തൻ്റെ ഭക്തന്മാരുടെ കൂടപ്പിറപ്പാണ് ഈ സഹനവും കഷ്ടതകളും എന്നുള്ളത്. അതോടൊപ്പം തന്നെ സഹനവും ദൈവസ്നേഹവും കാലഘട്ടത്തിൻ്റെ സവിശേഷമാണ്. വീണ്ടും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ കാരുണ്യം, അതും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ സുവിശേഷമാണ്. എന്നാൽ ചില ആളുകൾ കഷ്ടതകളുടെ നടുവിൽ ഇടറിപ്പോകും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ അച്ഛന്മാർക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടി വരുമല്ലോ. പ്രത്യേകിച്ച് ആധുനിക തലമുറത്തിൽ ചെറുപ്പക്കാരുടെ കുടുംബജീവിതത്തിലെ പണ്ടെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരിക. അധികം നാളാകാത്ത ഒരു കുടുംബ പ്രശ്നം, കല്യാണം കഴിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് വർഷങ്ങളായി വേർപിരിഞ്ഞു നിന്ന അവരെ 2-3 മാസം വിവിധങ്ങളായ സിറ്റിങ്ങുകളും കൗൺസിലിങ്ങും ഉപദേശങ്ങളും കാലും കയ്യും പിടിച്ച് ഇവരെ ഞാൻ കൂട്ടിച്ചേർത്തു. വീണ്ടും ആശയും വൈരാഗ്യമാ. പ്രിയപ്പെട്ടവരെ, കൂട്ടിച്ചേർത്തിട്ട് ഞാനൊരു ഉപദേശം കൊടുത്തു. 2 കൈയും കൊണ്ട് അടിക്കുമ്പോഴാ ശബ്ദം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഹനങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെ ആത്മീയ അനുഭവത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. 2 പേരും ഞായറാഴ്ച പള്ളി വരണം. കുഞ്ഞുങ്ങളെ ഒരുക്കി പള്ളി കൊണ്ടുവരണം കേട്ടോ. പക്ഷെ പുരുഷൻ പറഞ്ഞു ഞാൻ വരാച്ചാന്ന്. പക്ഷെ ആ പെങ്കൊച്ച് പറഞ്ഞു വരത്തില്ലച്ചാന്ന്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു വരത്തില്ലച്ചാന്ന്. ഞാൻ വരത്തില്ല, എനിക്കിനി ദൈവവും വേണ്ട, എനിക്കിനി പള്ളിയും വേണ്ട. അതെന്താ കുഞ്ഞെ അങ്ങനെ പറയുന്നത്? ഞാൻ ഒത്തിരി ദൈവത്തെ വിളിച്ചതാ, ഞാൻ ഒത്തിരി പള്ളിയിൽ പോയതാ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ. അങ്ങനെ ഞാനൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അച്ഛൻ കണ്ടില്ലേ? ഇതല്ലേ എൻ്റെ അനുഭവം. നോക്കൂ, ഇനി ഞാനെന്തിനാ അച്ഛാ പള്ളിയിൽ പോന്നേ? എനിക്ക് വലിയ ദുഃഖം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? അതാ ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. ഒരു കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ആ കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതാ ഇന്ന് ചിന്തിക്കുന്നത്. ആ കൊച്ചു പറഞ്ഞു ഈ കഷ്ടത വന്നതുകൊണ്ട്, കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ വന്നതുകൊണ്ട്, ഇതുപോലെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മകൾ വന്നതുകൊണ്ട്, ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നതുകൊണ്ട് ഇനി എനിക്ക് ആ ദൈവത്തെ വേണ്ട, ഞാൻ ആ ദൈവത്തെ ഉപേക്ഷിച്ചു, ഇനി പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട. ഞാൻ ആദ്യം വിചാരിച്ചു പെണ്ണല്ലേ, മനസ്സ് മാറുമായിരിക്കും, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അവൾ പള്ളി വരും, പള്ളി വരുമ്പോൾ പതുക്കെ അവർ സെറ്റ് ചെയ്തെടുക്കാം. ആ പെങ്കൊച്ചിൻ്റെ അമ്മ വരെ എന്നോട് പറഞ്ഞു അച്ഛാ അവളെ പള്ളിയിലൊക്കെ ഒന്ന് വരാൻ നിർബന്ധിക്കണേ, ദൈവത്തോടെയൊക്കെ വിളിക്കുമ്പോൾ പതുക്കെ മനസ്സ് മാറും, മനോഭാവം മാറും, അവരൊരുമിച്ച് പോകും. വാശിയും വൈരാഗ്യവും പെങ്കൊച്ച് ഉപേക്ഷിച്ചില്ല. അവൻ അടുത്ത ഞായറാഴ്ച കൊച്ചുങ്ങളെ ഒരുക്കി പള്ളി വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പിടിച്ചു വരുത്തി ചോദിച്ചു അവളെവിടെ? അവൾ വരില്ല.
വീണ്ടും എനിക്കങ്ങ് സങ്കടമൊക്കെ ആയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു, ഇനി അച്ഛനെ അടുപ്പിച്ച് നിർത്തിയാൽ ഇവൻ്റെ കൂടെ എന്നും ജീവിക്കേണ്ടി വരും. അച്ഛനെ അകറ്റി കളഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ തിരിച്ചു പോകാമല്ലോ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവൾ അവൻ്റെ കൂടെ ഇല്ല, അവളെ ഇഷ്ടത്തിന് അവളങ്ങ് പോയി എന്ന് ഞാൻ കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? ഞാൻ 2 പദങ്ങൾ പറഞ്ഞു. കഷ്ടതയും ദൈവത്തിൻ്റെ കരുണയും കൂടപ്പിറപ്പാണ്. നിങ്ങൾ മറന്നു പോകരുത്. കഷ്ടതയും സഹനവും സ്നേഹവും കൂടപ്പിറപ്പാണ്. വളച്ചാലും ഒടിക്കാത്ത ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും രുചിച്ചറിയാനും അനുഭവിച്ചറിയാനും ഭാഗ്യം ലഭിച്ചവരെ, ചെറിയ കഷ്ടതകളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താ? 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ മനസ്സിലാക്കിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു പ്രസംഗ വിഷയം തിരഞ്ഞെടുത്തതും. അദ്ദേഹം പറയാണ്, കഷ്ടതകൾ പെരുകി വരുന്തോറും ആശ്വാസവും പെരുക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നോ? പരിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യം 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, കഷ്ടതകൾ പെരുകി വരുന്തോറും ആശ്വാസം പെരുക്കി തരുന്ന ഒരു ദൈവം. അതാണ് എൻ്റെ ദൈവം. അല്ലെങ്കിൽ നമ്മളൊക്കെ തകർന്നു പോയനെ, എന്നെ മണ്ണടിഞ്ഞു പോയനെ. പ്രിയപ്പെട്ടവരെ, കഷ്ടതകൾ പെരുകി വരുന്തോറും, കഷ്ടതകൾ പെരുകും തോറും ആശ്വാസത്തെ പെരുക്കി തരുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ക്രൂശിന്റെ ചുവട്ടിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇത്രയും ദൈവമക്കൾ തമ്പുരാന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ പൊതുവായിട്ട് പറഞ്ഞാലും പൗലോസ്ലീഹ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇനി പള്ളിയില്ല, ഇനി പ്രാർത്ഥനായോഗത്തിന് ഞാൻ പോകില്ല, ഇനി കുർബാനയ്ക്ക് ഞാനില്ല, ഇനി ഞാൻ കുർബാന അനുഭവിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് പ്രതിസന്ധികളുടെ നടുവിൽ മർദ്ദലിച്ചു പോകാറുണ്ടോ? ഇന്ന് രാത്രി 2 മനോഭാവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. 2 മനോഭാവങ്ങൾ. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഈ കഷ്ടതകളുടെ നടുവിൽ നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടാകുവാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിലൂടെ പ്രതിപാദിക്കപ്പെടുന്ന കഷ്ടതകളോടുള്ള 2 മനോഭാവങ്ങൾ. അതെ, ഒരേ കുടുംബത്തിൽ നിന്നുള്ള 2 മനോഭാവങ്ങൾ, ഒരേ കുടുംബത്തിൽ നിന്നുള്ള കഷ്ടതയോടുള്ള 2 പ്രതികരണങ്ങൾ. ഒന്നാമത്തത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ ഇനിയും നിന്റെ ഭക്തി മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് ത്യജിച്ചിട്ട് പോയി മരിക്കരുതോ? പോയി ചാകരുതോ? നിരാശ ബാധിച്ച മനുഷ്യന്റെ ആത്മഹത്യയിലേക്കുള്ള പ്രചോദനത്തിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇത്. ഭക്തന് അനുകരണീയമാണോ? 2 വാക്കുകൾ, പോയി ചാകരുതോ. ഇന്ന് ഇത്രയും മതി കേസെടുക്കാൻ. ആത്മഹത്യക്കുള്ള പ്രേരണ കുറ്റം അല്ലേ? ആത്മഹത്യയുടെ പ്രേരണ കുറ്റമാ സ്വന്തം ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുക. ഇനി ഈ ദൈവത്തെ മുറുകെ പിടിക്കണോ? ഈ ദൈവത്തെ തള്ളിക്കളയരുതോ? പോയി മരിക്കരുതോ? ഇത്രയൊക്കെ കണ്ടത് പോരെ? ഇത്രയൊക്കെ അനുഭവിച്ചത് പോരെ?
ഇത്രയൊക്കെ കിട്ടിയതുപോലെ നിങ്ങൾ ഭക്തനായിട്ടും നിങ്ങൾ ആരാ? യോബ് ആരാ പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തെ പോലെ ആത്മീയ ഡിഗ്രി എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പറയും, NNDD ഡിഗ്രി എടുത്ത ആളാ പുള്ളി. ആധ്യാത്മികതയിൽ NNDD അത് രണ്ടു ഭാഗത്ത് പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിഗ്രിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊരു ഭാഗത്തും അദ്ദേഹത്തിന്റെ ഡിഗ്രി പറയുന്നുണ്ട്. എന്താ ഡിഗ്രി? NNDD ഡിഗ്രി. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതൊന്നുമല്ല കേട്ടോ, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്നതൊന്നുമല്ല. പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തെ വിളിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഡിഗ്രിയാണ് NN ഡിഗ്രി. N നേരുള്ളവൻ, N നിഷ്കളങ്കൻ, D ദോഷം വിട്ടകുന്നവൻ, വീണ്ടും D ദൈവഭയമുള്ളവൻ. എന്താ NNDD? 1 നേരുള്ളവൻ, 2 നിഷ്കളങ്കൻ, 3 ദൈവഭയമുള്ളവൻ, 4 ദോഷം വിട്ടകന്നവൻ. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ മനുഷ്യ നിനക്ക് കിട്ടിയത്? നമുക്കൊക്കെ പറയാൻ പറ്റും. എന്തിനാ പ്രിയപ്പെട്ടവരെ? എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, കൊടുങ്കാറ്റുകളെ. ചില ജീവിതങ്ങളിൽ അങ്ങനെ ചെന്ന് വന്ന് ഭവിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റുകൾ, ചില ജീവിതത്തിൽ ചുഴലിക്കാറ്റുകൾ, ചില ജീവിതത്തിൽ പെരുങ്കാറ്റുകൾ, പിടിച്ചു നിൽക്കാനൊക്കാത്ത തരത്തിൽ പെരുങ്കാറ്റുകളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും അടിക്കുമ്പോൾ നഹൂം പ്രവാചകൻ 1-ാം പുസ്തകത്തെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൊടുങ്കാറ്റിൻ്റെയും പെരുങ്കാറ്റിൻ്റെയും നടുവിൽ യഹോവയുടെ വഴി കാണാതെ പോകരുത്. കൊടുങ്കാറ്റത്ത് അല്ലേ, പണ്ടൊക്കെ രാവിലെ കുത്തിയിരുന്ന് പാടുന്ന പാട്ടല്ലേ, കൊടുങ്കാറ്റത്തും പെരുങ്കാറ്റത്തും അല്ലേ. ബരുഭൂ യാത്ര അതികഠിനം, പ്രതികൂലതകൾ അനുനിമിഷം, പക്ഷെ ഞാൻ തകർന്നു പോകില്ല, ഞാൻ തകർന്നു പോകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? കൊടുങ്കാറ്റിന്റെ നടുവിലും പെരുങ്കാറ്റിന്റെ നടുവിലും ഞാൻ എന്ത് കാണണം? യഹോവയുടെ വഴി കാണണം. ദൈവനെ നശിപ്പിച്ച് കളയുകയില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ. കന്യാമറിയാമിന്റെ ജീവിതത്തിലെ പെരുങ്കാറ്റും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? എന്തുമാത്രം പരിഹാസങ്ങൾ, എന്തുമാത്രം നിന്ദകൾ, എന്തുമാത്രം കഷ്ടങ്ങൾ സഹിച്ച ഒരു മകളാ രക്തമാണ് നമ്മുടെ കന്യകമറിയാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം എന്നുള്ള വിളി കേട്ട ഈ കന്യകമറിയാമിന് ഇത്രയും കൃപ നിറഞ്ഞു നിന്നിട്ടും ഇത്രയും കഷ്ടതകൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ പറയും, കൃപ നിറഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒത്തിരി പരിശോധനകളും കഷ്ടതകളും ഉണ്ടാകും. പക്ഷേ ആ കഷ്ടതകളിലും പരീക്ഷണങ്ങളിലും അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഈ കൃപയൂടി ഇല്ലായിരുന്നെങ്കിൽ നീ മണ്ണടിച്ചു പോയനെ, നീ എന്നേ നശിച്ചു പോയനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, പരിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ ശൂലം ഉണ്ടായി. ആ ശൂലത്തിന്റെ നടുവിൽ നിങ്ങൾക്കറിയാമോ, ഇതൊന്ന് മാറിപ്പോകാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, ഇതിരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. ഈ കൃപയുണ്ടെങ്കിൽ ഈ ശൂലങ്ങളെ അതിജീവിക്കാൻ നിനക്ക് സാധിക്കും. പെരുങ്കാറ്റിൻ്റെ നടുവിലും കൊടുങ്കാറ്റിൻ്റെ നടുവിലും യഹോവയുടെ വഴി കൃപയായി നിനക്ക് ലഭിക്കുകയാണ്. നോഹയുടെ കാലം തലമുറ മുഴുവൻ വഷളത്വത്തിലേക്കും വഞ്ചനയുള്ള ജീവിതത്തിലേക്കും മാറിപ്പോയപ്പോൾ ആ ജനത്തെക്കുറിച്ച് അനുതപിച്ച് കണ്ണുനീരൊഴുക്കിയ പിതാവാം ദൈവം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നോഹയുടെ തലമുറയിൽ അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ 3 മക്കളും അവൻ്റെ മരുമക്കളും 8 പേരടങ്ങുന്ന ഒരു കുടുംബം രക്ഷപ്പെട്ടെങ്കിൽ 2 വാചകമാണ്. കൊടുങ്കാറ്റിൻ്റെയും പ്രളയത്തിൻ്റെ നടുവിൽ നോഹയെക്കുറിച്ച് ദൈവം പറഞ്ഞു, യഹോവ ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനായതുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെയും പ്രളയത്തിൻ്റെയും നടുവിൽ ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താ വിചാരിച്ചത്? നമുക്ക് പഴയ പാട്ടുകളാ മക്കളെ ഇഷ്ടം. ഇന്ന് പാടിയത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ ഗായക സംഘം ഇന്ന് പാടിയതല്ല, എന്തോ പറ്റിയോ എന്തോ, ഇന്ന് പാടിയതെല്ലാം പഴയ പാട്ടാ. എന്ത് രസമായിരുന്നു, എത്ര അനുഗ്രഹമായിരുന്നു കേട്ടോ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം
കുറഞ്ഞു പോകത്തില്ല എന്ന് നമ്മുടെ പിതാക്കന്മാർ പാടി പഠിച്ചു വച്ചിരിക്കുക. നിങ്ങൾ ഓർത്തോണം, ബാലശിക്ഷ നൽകുമെന്നപ്പരെങ്കിലും ചേലെഴുന്തൽ സ്നേഹം കുറഞ്ഞു പോകത്തില്ല. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായിത്തീരുന്നു. കഷ്ടതയേറ്റ കർത്താവിനോട് കൂട്ടാളിയായിത്തീരും. അതുകൊണ്ട് തീയിൽ കുരുത്ത ഞങ്ങൾ വെയിലത്ത് വാടില്ലെന്ന് പാടി പറഞ്ഞു വെച്ച പിതാക്കന്മാരുടെ ജീവിത സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയുമാണ് നമുക്കാവശ്യം എന്നുള്ളത് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. നമുക്ക് തിരിച്ചു കടന്നു വരാം. ഇയ്യോബിൻ്റെ ജീവിതം. NNDD ഡിഗ്രിയുള്ളൊരു മനുഷ്യൻ, നേരുള്ളവൻ. അത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഞാനുണ്ടോ? നിങ്ങളുണ്ടോ? നേരുള്ളവൻ, നിഷ്കളങ്കൻ, പിന്നെ ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തി ദൈവഭയം ഉള്ളവൻ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ വരികയാണ്. നോക്കൂ, ദൈവത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ പിശാച് ആരെ വിഴുങ്ങേണ്ടി എന്ന് ഭാവിച്ച് നമ്മുടെ ചുറ്റും അലറി നടക്കുകയാണ്. ഞാൻ ഇന്നുവരെ പ്രസംഗിച്ച ദൈവം എവിടെ? ഞാൻ ഇന്നുവരെ സാക്ഷിച്ച ദൈവം എവിടെ? ആ ദൈവം നിനക്ക് എന്തോ സഹായം ചെയ്തു തന്നു എന്ന് മറ്റുള്ളവരെയും കൊണ്ട് പരിഹാസത്തിൻ്റെ പാത്രമാകത്തക്ക രീതിയിൽ ചോദിപ്പിക്കുവാൻ പിശാച് നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് ചുറ്റും നടന്ന പിശാച് ദൈവം അവനൊരു അവസരം കൊടുക്കുകയാണ്. പിശാച് ചെന്ന് പറഞ്ഞു, ഈ NNDD ഡിഗ്രിയുള്ള ഇയ്യോബ് ദൈവഭക്തനായിട്ട് ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം തമ്പുരാന് കേൾക്കണോ? പിശാച് പഠിപ്പിക്കാൻ പോകുകയാണ് കേട്ടോ. അവന് സ്വത്തും മുതലും മക്കൾ സമ്പത്തും മൃഗസമ്പത്തും ഭൂസമ്പത്തും ദൈവത്തിൻ്റെ പ്രത്യേകമായ കാവലും കരുണയും അവൻ യഥേഷ്ടം കൊടുത്തത് കൊണ്ടാണ് അവൻ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, അല്ലയോ ദൈവമേ, അവന് കൊടുത്ത ഭൂസ്വത്തും അവൻ്റെ മക്കളും അവൻ്റെ മൃഗസമ്പത്തും നീ ഒന്ന് പിൻവലിച്ചേ. ഇപ്പൊ അവൻ്റെ ഭക്തി തകർന്നടിയുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചലഞ്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നത് ഇല്ലാതാകുമ്പോൾ, ദൈവം ഒരു രോഗം തരുമ്പോൾ, ഒരു കഷ്ടത തരുമ്പോൾ, സമ്പത്തിച്ചിരി കുറയുമ്പോൾ, സൗന്ദര്യത്തിന് കേടുവരുമ്പോൾ, സ്വാധീനം ക്ഷയിക്കുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നവൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പിശാച് അവനെ ചലഞ്ച് ചെയ്തപ്പോൾ യഹോവയാം ദൈവം അവനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ ദാസനായ ഇയ്യോബിനെ ഞാൻ നിന്റെ അടുക്കലേക്ക് വിട്ടുതരികയാണ്. അവൻ്റെ സ്വത്തും അവൻ്റെ മുതലും അവൻ്റെ സ്വത്തും അവൻ്റെ മൃഗസമ്പത്തും അവൻ്റെ പുത്രസമ്പത്തും അവൻ്റെ കാവലും എല്ലാം ഞാൻ പിൻവലിക്കാം. അവൻ്റെ ഭക്തി ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാകുമോ എന്ന് കാണാം. പിശാച് പറഞ്ഞു, എന്നാ കാണാം. നോക്കൂ, മക്കളെല്ലാവരും നഷ്ടപ്പെട്ടു, മൃഗസമ്പത്തെല്ലാവരും നഷ്ടപ്പെട്ടു, ഭൂസത്തെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഇയ്യോബ് കഷ്ടതയോടെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണല്ലോ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ കാതലായ വശം. അതാണല്ലോ പോസിറ്റീവായി നിങ്ങൾക്ക് ലഭിക്കേണ്ട സന്ദേശം. അല്ലാതെ മണ്ടിപ്പെണ്ണും മണ്ടി സ്ത്രീ പറഞ്ഞ വാചകങ്ങൾ നമ്മെ ആത്മഹത്യയിലേക്കും നാശത്തിലേക്കും ദൈവത്തിൽ അകറ്റുന്നതിനും മാത്രം പ്രയോജനപ്പെടുത്തുമ്പോൾ സ്വന്തം ഭർത്താവ് ഇയ്യോബിൻ്റെ പ്രതികരണമാണല്ലോ നമുക്കേറെ ആവശ്യമായിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മക്കൾ നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, ഭൂസ്വത്ത് നഷ്ടപ്പെട്ടു, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇയ്യോബ് ദൈവത്തിലുള്ള ഭക്തിയിൽ അല്പം പോലും വെള്ളം ചേർത്തില്ല. അപ്പോ ദൈവം പറഞ്ഞു, അവന്റെ ശരീരവും നിനക്ക് തരാൻ പോവുക. ഭൗതികമായതെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവൻ ഭക്തി ഉപേക്ഷിച്ചില്ലല്ലോ, ഇതാ അവന്റെ ശരീരവും നിനക്ക് തരാൻ പോകുക. നോക്കൂ, ശരീരവും പിശാചിന് വിട്ടുകൊടുത്തു. അവന്റെ ഉള്ളംകാല് മുതൽ അവന്റെ ഉച്ച വരെ പരുക്കളാൽ വ്രണങ്ങളാൽ നിറഞ്ഞു. പഴുപ്പ് ചലം ഒലിക്കാൻ തുടങ്ങി. ഓട്ടുകഷണങ്ങൾ കൊണ്ട് എത്തുന്ന ശരീരഭാഗത്തിലൊക്കെ ചൊറിഞ്ഞ് ആശ്വാസം കണ്ടെന്ന ഗതികെട്ട അനുഭവം. ഭക്തി ഉപേക്ഷിച്ചോ? പിശാചിനോട് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ഞാൻ ശരീരവും തരാം, സ്വത്തും തരാം, കാവല് പിൻവലിച്ചേക്കാം,
എല്ലാം നഷ്ടപ്പെടുത്തിക്കൊള്ളാം, പക്ഷെ അവന്റെ പ്രാണനെ തൊട്ടു പോകരുത്. അവന്റെ പ്രാണനെ തൊട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലാണ് ഈ സ്ത്രീ പറഞ്ഞത്, ഇനി നീ ഭക്തി മുറുകെ പിടിക്കുന്നുവോ? സ്വാഭാവിക, ഏത് സ്ത്രീയും പറഞ്ഞു പോകും, ഏത് സുഹൃത്തുക്കളും പറഞ്ഞു പോകും, ആരും ഇങ്ങനെ പ്രതികരിച്ചു പോകും. അത്രമാത്രമുള്ള ത്യാഗോജ്ജലമായ ഒരു ശാരീരികവും മാനസികവുമായ അവസ്ഥയിലൂടെയാണ് ആ ഭർത്താവ് കഴിഞ്ഞു പോകുന്നത്. അവരെ നമ്മൾ കുറ്റപ്പെടുത്താനൊക്കില്ല, എങ്കിലും കഷ്ടതയോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഭക്തി ഉപേക്ഷിച്ചില്ല. ആ രണ്ടാമത്തെ പ്രതികരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. 2-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് രണ്ടാമത്തെ പ്രതികരണം. ആയതിന് ഇയ്യോബ് ഭാര്യയോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്നോട് സംസാരിക്കുന്നുവോ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്നോട് സംസാരിക്കുന്നുവോ? നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിച്ചില്ലേ? അപ്പോൾ നാം തുള്ളിച്ചാടി സന്തോഷിച്ചു, ആനന്ദിച്ചു. ആ നന്മകൾ തന്ന ദൈവം തിന്മകൾ കൂടി തരുമ്പോൾ അതുകൂടെ സ്വീകരിക്കാൻ നിനക്ക് കഴിയേണ്ടതല്ലേ? അടുത്തൊരു വാചകം കൂടി പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സൗകര്യം കിട്ടിയ പെരുവർക്കും കുറ്റപ്പെടുത്തും, വായും വാക്കുകളും ദൈവത്തിനെതിരെ ആരും കേൾക്കാതെങ്കിലും ഒന്ന് ചലിപ്പിക്കും. അതിന് പിറുവിറുപ്പെന്നാ പറയുന്നത്. എന്നാൽ അടുത്ത വാചകം, ഇതിലൊന്നിലും ഇയ്യോബ് തൻ്റെ ആദരങ്ങൾ കൊണ്ടുപോലും പാപം ചെയ്തില്ല. ഇതിലൊന്നിലും ഇയ്യോബ് തൻ്റെ ആദരങ്ങൾ കൊണ്ടുപോലും പാപം ചെയ്തില്ല. വളരെ പർട്ടിക്കുലറായിട്ട് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നാക്കുകൊണ്ടോ ഈ വേദനകൾ സഹിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വിരോധമായി, സഭയ്ക്ക് വിരോധമായി, ദൈവികമായ ആത്മീയതയ്ക്ക് വിരോധമായി ഒരു കൊച്ചു വർത്തമാനം പോലും പറയാൻ ഇയ്യോബിന് ഇടയായില്ല. എന്താണ് കഷ്ടത? ഒരു തിരിച്ചറിവുണ്ടാകണം. കഷ്ടത മക്കളെ നമ്മുടെ കൂടപ്പിറപ്പാ, നമ്മുടെ എല്ലാവരുടെയും കൂടപ്പിറപ്പാണ്. എന്താ കഷ്ടത? ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ വരാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? കൂടപ്പിറപ്പാ. ആ കൂടപ്പിറപ്പാക്കാനും കാരണം നമ്മളാ. ഏതെന്തോട്ടത്തിൽ വെച്ച് തിന്നരുത് മക്കളെ എന്ന് പറഞ്ഞു. നോയമ്പിൽ അച്ഛനും പറഞ്ഞു കാണും, നോയമ്പിൽ ചിലതൊക്കെ കഴിക്കല്ലേ, ഇറച്ചി മീന് പാലയും വിട്ട്, എന്നാൽ അത് മാത്രമേ തിന്നൂ. അച്ഛനെ മുമ്പിൽ കൂടെ മീൻ മേടിച്ചോണ്ട് പോവാ, അച്ഛനെ കളിപ്പിക്കുക. അച്ഛൻ എന്ത് വരാല, നീ അങ്ങ് തിന്നോ, ഇഷ്ടംപോലെ തിന്നോ. രോഗികൾക്കൊക്കെ ആശ്വാസം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് 2-3 വട്ടം ഇപ്പോൾ പറഞ്ഞു, മക്കളെ ഈ പ്രായത്തിലേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഞാനിവിടെയും പറയാം, കാരണം അച്ഛനൊക്കെ ഇപ്പോൾ അർദ്ധ സെഞ്ചുറി അടിച്ചു കേട്ടോ. അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടിരിക്കുക, വയ്യ, ഷുഗറുണ്ട്, അനുബന്ധ രോഗങ്ങളൊക്കെ കയറി പിടിച്ചു. രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിറയ്ക്കും, അതിന് തിക്താനുഭവം ഇടവക്കാരോട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കുടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറ്റുന്നില്ല. പണ്ട് 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു നേരം കഴിക്കാതിരുന്നാൽ ചില കുഴപ്പങ്ങളിലേക്ക് വരിക. പ്രായം കഴിയും തോറും അസുഖങ്ങൾ കൂടപ്പിറപ്പാ, കഷ്ടതകൾ കൂടപ്പിറപ്പാ. ഈ ചെറുപ്രായത്തിലേ പറ്റൂ. പക്ഷേ ആ മമ്മിമാർ സമ്മതിക്കുകയില്ല. പഠിക്കുന്ന കൊച്ചല്ലയോ, അവൻ ഇച്ചിരി പാലും മുട്ടം കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കുടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പരീക്ഷയല്ലയോ കൊച്ചുങ്ങൾക്ക്, ബുദ്ധി കയറി വളരണമെങ്കിലേ പാലും മുട്ടയും കൊടുക്കാതൊക്കെയല്ല. കൊച്ചുങ്ങളൊക്കെ പടലടിച്ച് പറയാം, മമ്മി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, സൺഡേ സ്കൂൾ സാറ് പറഞ്ഞിട്ടുണ്ട്, നോയമ്പ് നോക്കണം. പക്ഷെ മമ്മി സമ്മതിക്കുകയല്ല, ബുദ്ധി വളർത്തുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഇല്ല, പിന്നെയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെവിടെ, അവർക്ക് നോക്കാൻ പറ്റുന്ന പ്രായം, ചൊട്ടയിലെ ശീല ചുടല വരെ നോയമ്പ് നോക്കുന്നൊരു പ്രാർത്ഥനാ കൂട്ടം സംഘം നമ്മുടെ തലമുറയിൽ ഉണ്ടാകണം. നമുക്കോ പറ്റുന്നില്ല, അടുത്ത തലമുറയെങ്കിലും അങ്ങനെ വളർന്നു വരട്ടെ എന്ന് ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് കൊണ്ട് പോലും ദോഷം ചെയ്തില്ല. നിങ്ങൾ ഓർക്കണം, കൂടപ്പിറപ്പാ കഷ്ടത. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്നാളിൽ മരിക്കും, തിന്നാലും തീയും. എപ്പോഴും ചലഞ്ചിങ് ആണല്ലോ
അല്ലേ? ചിലർക്ക് വലിയ മിടുക്ക. ദൈവത്തിൻ്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുക, സഭയുടെ കൽപ്പനകളെ ചോദ്യം ചെയ്യുക, പിതാക്കന്മാരുടെ കൽപ്പനകളെ ചോദ്യം ചെയ്യുക. ഇതൊരു ഹോബിയാണ് കേട്ടോ. എന്തു ചെയ്യും? ഞാൻ പറഞ്ഞ മിണ്ടരുത്, പറയരുത്, പറഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കാനാണ് നമുക്ക് ഇഷ്ടം. തലമുറ അങ്ങനെ തലതിരിഞ്ഞു പോയി. എന്തു ചെയ്യും? അപ്പം മക്കളോട് പറഞ്ഞാൽ എന്തോ ചെയ്യും എന്നാ മക്കളോടല്ലേ ചോദിക്കുന്നത്. സാറ് പറഞ്ഞാലും സാർ എന്തോ ചെയ്യും എന്നാ ചോദിക്കുന്നത്. പള്ളിയിൽ അച്ഛൻ പറഞ്ഞാലും അച്ഛൻ എന്തോ ചെയ്യും എന്നാ ചോദിക്കുന്നത്. ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്ന ഒരു തലമുറയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പഠിക്കാത്തൊരു തലമുറ. ഞാൻ എപ്പോഴും പറയും, ഇന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയത്തില്ല പലർക്കും. ജീവിതത്തിൽ തോറ്റുപോകും. ചോദ്യങ്ങൾ ചോദിച്ചാൽ തർക്കുത്തരം പറയുന്നൊരു തലമുറ വളരുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയില്ല, ശീലമില്ല. അവർക്ക് തർക്കുത്തരം അല്ലേ, അല്ലെങ്കിൽ കൗണ്ടർ ക്വസ്റ്റ്യൻ, തിരിച്ചു ചോദ്യം അല്ലേ. ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ കൗണ്ടർ ക്വസ്റ്റ്യൻ അല്ലേ. എക്കണോമിക്സിലൊക്കെ പറയുന്ന പോലെ കൗണ്ടർ ക്വസ്റ്റ്യൻ കയറി ചോദിച്ചു കളയും. അതൊരു മിടുക്കാണെന്ന് നമ്മൾ ധരിക്കും, പക്ഷേ ജീവിതത്തിൽ തോറ്റുപോകും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ജയിക്കാതിരിക്കാം, ജീവിതത്തിൽ തോറ്റുപോകും. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമാ വേണ്ടത്, തർക്കുത്തരമല്ല. തർക്കുത്തരമല്ല കേട്ടോ. ചോറുണ്ണാൻ വിളിക്കുമ്പോൾ തർക്കുത്തരം പറയുന്ന മക്കളുണ്ടെങ്കിൽ ഇന്ന് ഓർത്ത് പോക്കോ. പഠിക്കൂ കുഞ്ഞെന്ന് പറയുമ്പോൾ തർക്കുത്തരം പറയുന്നവരുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ. പള്ളിയിൽ എന്താ വരാൻ എന്നൊന്ന് ചോദിച്ചു പോയാൽ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ. കല്യാണത്തിന് പോയി അടക്കത്തിന് പോകുന്ന ഉത്തരം പറഞ്ഞാൽ പോരെ. പിന്നെ വ്യാഴ്ച ഇത് വന്നില്ലെങ്കിൽ എന്ത് വെച്ചോ, ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് തിരിച്ചു പോയിക്കണോ? തർക്കുത്തരം വേണോ? ഇത് ശീലമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിന്നരുത് എന്ന് കൽപ്പിച്ചു. തിന്നാൽ എന്തു ചെയ്യും? തിന്നു പ്രിയപ്പെട്ടവരെ. അന്ന് മുതൽ സുഖലോലുപത്തിൽ ജീവിച്ചിരുന്ന ആ തലമുറ നോക്കൂ പ്രിയപ്പെട്ടവരെ, കഷ്ടതകളിലേക്ക് പ്രവേശിച്ചു. ശരിയാണോ? കൂടപ്പിറപ്പാണ്, സൃഷ്ടിയുടെ കൂടപ്പിറപ്പാണ്. നമ്മുടെ ലാഭത്തിനും നമ്മുടെ ഇഷ്ടത്തിനും എതിരായി എന്തു വന്നു ഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം പേരാണ് കഷ്ടത. എന്താ കഷ്ടത? എന്താ കഷ്ടത? നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും എതിരായി എന്തു വന്ന് ഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം പേരാണെന്ത്? കഷ്ടത. ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ പഠിച്ചു, തോറ്റുപോയി. അയ്യോ കഷ്ടമായിപ്പോയി. അതാ കഷ്ടമായിപ്പോയി. വളരെ പ്രതീക്ഷയോടെ കൃഷി ചെയ്തു, പക്ഷെ വിളവ് കിട്ടിയില്ല. താടിക്ക് കൈ കൊടുത്ത് എന്താ പറയും? നന്നായി പോയെന്നാണോ? കഷ്ടമായിപ്പോയി. കഷ്ടത. പ്രിയപ്പെട്ടവരെ, ചില കഷ്ടതകൾ കൂടോടെ വരും കേട്ടോ. ചില കഷ്ടതകൾ കൂടോടെ വരും, പിടിച്ചു നിൽക്കാനൊക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഓർത്തുകൊള്ളണം, കഷ്ടതകൾ എന്തുകൊണ്ട് വന്നു എന്നാൽ ചിന്തിക്കല്ല ഇനി ആവശ്യം. എന്താ കൊറോണ വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലതും ഗുണമുണ്ടോ? കൊറോണ വന്നല്ലോ, അത് കഴിഞ്ഞല്ലോ. ഈ കൊറോണ വരാനുള്ളത് വന്നു അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടത വരുമ്പോൾ അതിനെക്കുറിച്ച് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചാവുന്നട വരെ കുത്തിയിരിക്കും. ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ, ചാവുന്നട വരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ മുഖം ജീവിതത്തിൽ തെളിയോ? എന്നാൽ ഇതെന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്കാവശ്യം വന്ന കഷ്ടതയെ എങ്ങനെ നേരിടാം. ഹൗ ക്യാൻ ബി ഓവർകം ഈ സഫറിംഗ് ആൻഡ് സോറോസ്. ഈ കഷ്ടതകളെ എങ്ങനെ നേരിടാം? ഇതാ ഈ പ്രസംഗത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സുവിശേഷം. വന്നത് വന്നു, വന്നത് വന്നു കേട്ടോ. ഇനി അതിനെക്കുറിച്ച് വിലപിക്കണ്ട. വന്നത് വന്നു, ഇനി എങ്ങനെ അതിനെ നേരിടാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഭരിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. യോബിൻ്റെ ജീവിതത്തിൽ നോക്കൂ പ്രിയപ്പെട്ടവരെ, നന്മ തന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് തന്നിരിക്കുന്നു? ഒരു തിന്മ കൂടി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ തിന്മ തന്നല്ലോ എന്നോർത്ത് എൻ്റെ ആദരങ്ങൾ കൊണ്ടുപോലും ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല. കഷ്ടതയുടെ കാരണമൊക്കെ വേദോസ്തം പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ കഷ്ടതയുടെ കാരണം എന്താ? ജലപ്രളയത്തിൻ്റെ കാരണം എന്താ? ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും അവർ ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും അവരുടെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. ഒരു പ്രളയം ഡിക്ലെയർ ചെയ്തു. പഴയ നിയമത്തിലെ കാര്യം ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ദുഷ്ടത കഷ്ടതകൾക്ക് കാരണമാകാം.
അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ ഒരു ദുഷ്ടത ചെയ്യുമ്പോൾ ഓർത്തോ, ഒരു ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ഓർത്തോ, ഒരു കഷ്ടത നിന്നെ തേടിയിരിപ്പുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു പട്ടിയെ നോക്കിക്കേ, വണ്ടിയുടെ പുറേ കെട്ടിയിട്ടേച്ച് വണ്ടി ഓടിച്ചു പോവാ. എന്തോ ഒരു ദുഷ്ടതയാ. എന്നിട്ട് ഓടിക്കുന്നവൻ എന്തൊരു സന്തോഷം, അവൻ ചിരിക്കുമായിരിക്കും, സന്തോഷിക്കുമായിരിക്കും. ഇതുപോലെയുള്ള ദുഷ്ടതകൾ കേട്ടോ, വീണ്ടും വിചാരമില്ലാത്ത ദുഷ്ടതകൾ കേട്ടോ, ദുഷ്ടതകൾ കഷ്ടതകൾക്ക് കാരണമാകാം. പഴയ നിയമ സന്ദേശമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ കഷ്ടത അതിന് കാരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിലെ കഷ്ടതകളുടെ കാരണം നമ്മൾ വരുന്നുണ്ട്. കുരുടൻ്റെ ഞായറാഴ്ച പിറവി കുരുടനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു അല്ലേ? പിറവിയിലെ കുരുടനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുക. പിറവിയിലെ കുരുടനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവന് കുരുടനായി പിറക്കാൻ കാരണം എന്താ? അത് പുതിയ നിയമത്തെ നമുക്ക് അപഗ്രഥിച്ച് പഠിക്കാം. പഴയ നിയമത്തിൽ കഷ്ടതയുടെ കാരണം ദുഷ്ടതയാണെങ്കിൽ, ഹൃദയവിചാരത്തിന്റെ ദോഷമാണെങ്കിൽ, ദുഷ്ടതയാണെങ്കിൽ, പുതിയ നിയമത്തിൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടതയുടെ കാരണം പുതിയ നിയമത്തിൽ പറയുന്നു ദൈവനാമ മഹത്വത്തിനായി. അങ്ങനെ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ എങ്ങനെ വിശ്വസിക്കണം? ദൈവനാമ മഹത്വത്തിനായി ഇത് വന്ന് ഭവിച്ചു എന്ന് കരുതുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ മതങ്ങളിൽ കഷ്ടതയുടെ കാരണത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കഷ്ടതയുടെ കാരണം ഹിന്ദുമതം പഠിപ്പിക്കുന്നത് കർമ്മഫലമാണ്. കർമ്മഫലമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളാണ്, കർമ്മഫലമാണ് കഷ്ടത. ബുദ്ധമതം പറയുന്നത് പലപ്പോഴും കഷ്ടതകളുടെ കാരണം ആഗ്രഹവും ആശകളുമാണ്. ശ്രീബുദ്ധൻ പഠിപ്പിക്കും, അനാവശ്യമായ ആഗ്രഹവും അനാവശ്യമായ ആശകളും വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ആശ സാധിക്കാതെ വരുമ്പോ എന്താ വരും? പിള്ളേരൊക്കെ ഒന്ന് പറഞ്ഞ്, ആശ, ആഗ്രഹം, ആഗ്രഹിച്ചു അങ്ങ് ഇഷ്ടപ്പെട്ടു പോയച്ചോ, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ കഷ്ടതയാ, കട്ടപ്പുകയാ, പിന്നെ കട്ടപ്പുകയാ, പിന്നെ ഒളിച്ചോട്ടമായി, ആത്മഹത്യയായി, എന്തെല്ലാം കട്ടപ്പുകയാ. അനാവശ്യമായി. ഞാൻ ഈ പള്ളിയിലെ പിള്ളേരോടൊക്കെ പറയും, മക്കളെ നിങ്ങളെയൊക്കെ ഞങ്ങൾ കെട്ടിച്ചു വിടാം, ഒന്ന് തഞ്ചം പിടിക്കേ, എഫ്രാളെ പിടിക്കല്ലേ, നിങ്ങളെ ആരെ കന്യാസ്ത്രീ ആക്കത്തില്ല, പേടിക്കണ്ട മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടുമ്പോൾ പഠിക്കാതെ വല്ലവനെ പുറകെ പോകണ്ട. അത് കുടുംബത്തിലും സഭയിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അവിടെ ശ്രീബുദ്ധന്റെ കാര്യം, ആശ, ആഗ്രഹം, അനാവശ്യമായ ആശകളും അനാവശ്യമായ ആഗ്രഹങ്ങളും നമ്മെ കഷ്ടത്തിലേക്ക് നയിക്കും. ശ്രീബുദ്ധൻ പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, എൻ്റെ ഇഷ്ടമൊന്നും അല്ല പ്രിയരെ, അങ്ങയുടെ ഇഷ്ടം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തണം. ഇതൊക്കെ ക്രിസ്ത്യാനിയുടെ വേദപുസ്തകത്തിലുണ്ട്. ശ്രീബുദ്ധൻ പറഞ്ഞു. ഇനി കൺഫ്യൂഷൻ മതം പറയുന്നത് പ്രകൃതിയുമായിട്ടുള്ള വിയോജിപ്പ്, പ്രകൃതിയുമായിട്ടുള്ള വിയോജിപ്പാണ് കഷ്ടതകളുടെ കാരണം. ഞാനിനി അതിലോട്ട് ഒട്ടും പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഒന്ന് പറഞ്ഞേ, ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. നോക്കൂ, രാവിന് ഒരു പകലും, കുന്നിന് ഒരു കുഴിയും, അകത്തിന് ഒരു പുറമുണ്ട്. സുഖമുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ദുഃഖമുണ്ട്. നിങ്ങൾ എപ്പോഴും ഓർത്തോളം, വിത്തൗട്ട് ക്രോസ്, ഒത്തിരി പഴമൊഴികൾ, വിത്തൗട്ട് ക്രോസ് നോ ക്രൗൺ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിത്തൗട്ട് ക്രോസ് നോ ക്രൗൺ. കുരിശില്ലാതെ കിരീടമില്ല. There is no rose but has thorns. ഈ ആർട്ടിഫിഷ്യൽ റോസായെ കുറിച്ചല്ല പറയുന്നത്. മുള്ളില്ലാത്ത പൂവൊക്കെ ഇപ്പൊ കിട്ടും, പക്ഷെ അതിന് മണമില്ല. ഞാൻ പഴയ റോസയെ കുറിച്ചാണ് പറയുന്നത്. മണമുള്ള
വലിയ റോസയെക്കുറിച്ചാണ്, പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന റോസയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ റോസ എനിക്ക് മണമില്ല. ഒരിക്കലും ഞാൻ കാട്ടാക്കട CSI പള്ളിയിൽ ഒരു പ്രസംഗത്തിന് പോയി. അയാൾക്കൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒത്തിരി റോസാ ചെടി ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടാൽ ഭയങ്കര കൊതി തോന്നും. കൊച്ചു കൊച്ചു റോസാ പൂത്ത് ഒലഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു 2-3 എനിക്ക് വേണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ ആവശ്യമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപോയത് എൻ്റെ ഈ റോസാ പുഷ്പത്തിലോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2-3 അത് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു എൻ്റെ കാറിലോട്ട്. അങ്ങനെ പറഞ്ഞു അച്ഛനത് തരത്തില്ല, അച്ഛനത് കൊണ്ടുപോകണ്ട. എന്നോട് അയാൾ പറയാ ഗാർഡൻ മലയാളിയാ, അച്ഛന് തരത്തില്ല, അച്ഛൻ അത് കൊണ്ടുപോകണ്ട. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് പൂക്കും, അത് കായ്ക്കും, ഞങ്ങൾ അതിനോട് സ്പ്രേ ചെയ്യും, അതിന് പ്രത്യേക രീതിയുണ്ട്, അത് കായ്ക്കും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കായ്ക്കാൻ ഒക്കെയല്ല, അതിങ്ങനെ മുരട്ടിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ റോസ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, there is no rose but has thorns. മുള്ളില്ലാത്ത റോസയില്ല. നല്ല റോസയെക്കുറിച്ചാന്നേ, പഴയ റോസ, ഇവിടെ ഇരിക്കുന്ന റോസയല്ല. വീണ്ടും പറയാ, there is no royal road to bliss. അനുഗ്രഹിക്കപ്പെടാൻ രാജകീയ വീതികളില്ല. ഇതുവഴി വളരെ ഇടുക്കം ഞെരുക്കം, അതിലൂടെ പോകുന്നവരെ അനുഗ്രഹ തുറമുഖത്തെത്തു. വീണ്ടും പറയാ, എവരി സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് എ പെയിൻഫുൾ സ്റ്റോറി. വിജയശ്രീ ലാളിതരായ ഏതു മഹാന്മാരുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു വേദനാജനകമായ സംഭവകതയുണ്ടാകും. നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. എവരി പെയിൻഫുൾ സ്റ്റോറി ഹാസ് എ സക്സസ്ഫുൾ എൻഡിങ്. ഏത് വേദനാജനകമായ കഥകളുടെയും ഒടുവിൽ വിജയകരമായൊരു പര്യവസാനം ഉണ്ടാകും. സോ അക്സെപ്റ്റ് ദ പെയിൻ. കഷ്ടതകളെ മനസ്സോടെ ഏറ്റെടുക്കുക. ആൻഡ് ഗെറ്റ് റെഡി ടു സക്സസ്. വിജയത്തിലേക്ക് നാം കുതിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 3 സന്ദേശങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം നിങ്ങളെ പഠിപ്പിച്ച 3 സന്ദേശങ്ങൾ. 1, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കട്ടെ, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒന്ന് പറഞ്ഞേ, ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ലോകമഹായുദ്ധങ്ങളുണ്ടായി, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളുണ്ടായി, കഷ്ടപ്പാടും ദാരിദ്ര്യവും പഞ്ഞവും ബുദ്ധിമുട്ടും പിതാക്കന്മാർ ഒത്തിരി തിന്നു. പക്ഷേ ഇന്ന് നമ്മൾ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന തലമുറ സാക്ഷി, ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ജീവിതം തീർന്നു എന്ന് ധരിക്കുന്നിടത്ത് പുതിയ ജീവന്റെ ആരംഭം കുറിക്കും. പഴയ അടുക്കളകളിൽ നിങ്ങൾക്കറിയാം, തലേന്ന് പരിപാലിച്ച അടുപ്പിലെ ചാരം അതിങ്ങനെ മൂടിക്കിടക്കും. നമ്മളെല്ലാവരും വിചാരിക്കും നാളെ എങ്ങനെ തീ പകരും. പഴയ അമ്മമാർക്കറിയാം, ചാരമാണെങ്കിലും ഒരു ചെറിയ കമ്പി കഷ്ണമോ തടി കഷ്ണം കൊണ്ട് ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വകഞ്ഞേച്ച് അമ്മ ആഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് ഊതുമ്പോൾ എല്ലാം തീർന്നു, കത്തി തീർന്നു എന്ന് ധരിച്ച ചാരക്കൂനത്തിൻ്റെ ഏറ്റവും ഒരു സ്ഫുലിംഗമുണ്ട്. അത് ഊതി 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 പെരുക്കി അടുത്ത ദിവസത്തിലേക്കുള്ള പ്രകാശമായി, വെളിച്ചമായി, ചൂടായി, തീയായി, ഇന്ധനമായി ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ ഉണ്ടാകുന്നത് പോലെ മറന്നു പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപ്പൽ യാത്ര ചെയ്തൊരു മനുഷ്യന്റെ കപ്പൽ തകർന്നു പോയി. അദ്ദേഹം കപ്പൽ തകർന്ന് സമുദ്രത്തിൽ വീണു. നോക്കിക്കേ, ആ തകർന്ന കപ്പലിന്റെ കട്ടിയുള്ളൊരു തടിക്കഷണത്തിൽ അമർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞു നീന്തി ചെന്ന ഈ മനുഷ്യൻ ചെന്നെത്തിയത് ഒരു ദ്വീപിലേക്കാണ്. ആൾപ്പാർപ്പില്ലാത്ത, ആൾവാസമില്ലാത്ത ഒരു ദ്വീപില്. അവിടെ ചെന്നപ്പോൾ തിന്നാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, പാർക്കാനൊരു സൗകര്യമില്ല. തൻ്റെ കയ്യിലിരുന്ന ഒരു തടിക്കഷണം കൊണ്ട് ഒന്ന് കുത്തി നിർത്തി. പ്രിയപ്പെട്ടവരെ, ചെറിയ ഈ കച്ചിയും ഇലകളും വെച്ച് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി, ഒരു അഭയത്തിന് വേണ്ടി. പകൽ സമയങ്ങളിൽ ഈ കായ്കനികൾ പറിച്ചു തിന്നാൻ വേണ്ടി അലയും. എവിടെങ്കിലും നീരുറവകൾ ഉണ്ടെങ്കിൽ അല്പം വെള്ളം കുടിക്കാൻ അലയും. പ്രിയപ്പെട്ടവരെ, സന്ധ്യയാകുമ്പോൾ ഈ കൂരയ്ക്ക് വന്ന് കിടക്കും. ഒരു ദിവസം ഇങ്ങോട്ട് കൂര കിടക്കാൻ ക്ഷീണിച്ച അവശനായി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂര കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. തീനാളകൾ കത്തി പൊങ്ങുകയാണ്. താടിക്ക് കൈ കൊടിച്ച് വിഷണനായി. നോക്കിക്കേ, സമുദ്രത്തിൽ തീർന്നു പോകേണ്ടുന്ന ജീവിതമാ, പക്ഷെ ഒരു തടിക്കഷണം അവിടെ അവശേഷിച്ചു. ഒരു പുതിയ ജീവിതം തുടങ്ങി. അതിൽ അമർന്നു പിടിച്ച് ഒരു ദ്വീപിലെത്തിയപ്പോഴോ തിന്നാനില്ല, കുടിക്കാനില്ല, തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ ഒരു ജീവിതം ആരംഭിച്ചു. അവസാനം അല്പം കിട്ടിയ ഈ കൂര കത്തി അമർന്നു.
താടിക്ക് കൈയും കൊടുത്ത് വിഷണനായി കുത്തിയിരുന്ന മനുഷ്യൻ ദുഃഖത്തോടെ തേങ്ങിയിരിക്കുമ്പോൾ പുറകിലൊരു കൈസാന്നിധ്യ സ്പർശനം. പുറകോട്ട് നോക്കിയപ്പോൾ 3 ചെറുപ്പക്കാർ തൻ്റെ പുറകിൽ ആരോരുമില്ലാത്ത ദ്വീപിൻ്റെ ഈ അമരത്ത് വന്ന് തോളിൽ തട്ടി വിളിക്കുന്നു. പുറകോട്ട് നോക്കിയ മനുഷ്യൻ ആദ്യ അമ്പരപ്പോടെ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ സമുദ്രയാത്ര ചെയ്യുമ്പോൾ അങ്ങ് അകലെ ദ്വീപിൽ ഒരു തീ ഉയരുന്നത് കണ്ടു. ആരാണ്ട് അപകടത്തിൽപ്പെട്ട് അത് അപായ സൂചനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ കണ്ടത് നിന്നെയാണ്. ഈ വരവ് ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച ആ മനുഷ്യന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇവരുടെ സഹായത്തോടെ ദ്വീപിൽ നിന്ന് കപ്പൽ മാർഗം കരയിൽ എത്തിച്ചേരുവാനിടയായിത്തീർന്നു. ഒന്നിൻ്റെയും അവസാനമല്ല. രണ്ടാമത് ഇയ്യോബിൻ്റെ ജീവിതാനുഭവം നമുക്ക് തരുന്ന രണ്ടാമത്തെ പാഠം, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ നടുവിൽ നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ വളരുക തന്നെ വേണം. തളരാൻ ഒരു പാടിയില്ല. മനഃപൂർവ്വം വിചാരിച്ചാൽ ആർക്കും തളരാം, പക്ഷെ മനഃപൂർവ്വം വിചാരിച്ചാൽ ആർക്കും വളരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലൊരു കൊച്ചു കഥ വരുന്നത്, ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ അക്കത്ത് ഒരു വലിയ സഞ്ചിയിൽ പ്രിയപ്പെട്ടവരെ ഒരു വൃക്ഷത്തായി, നിങ്ങൾക്കറിയാം സ്കൂളിലൊക്കെ വൃക്ഷത്തായി തരുന്ന പരിസ്ഥിതി ദിനത്തിൽ അത് വാരിക്കെട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളവരല്ലേ. ഒരെണ്ണത്തെ എടുത്തുള്ളെങ്കിലും അവസാനം മിച്ചം വരുന്ന എല്ലാ പോക്കറ്റിലും ബാഗിലൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുള്ള നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളവരാ. എന്തിനാ കൊണ്ടുവരുന്നത് നമുക്ക് പോലും അറിയത്തില്ല. വീട്ടിൽ വരുമ്പോൾ ഒരു കോലം ആവും, യൂണിഫോമൊക്കെ ഒരു പരുവാവും, മിച്ചം വന്നതെല്ലാം വാരി കെട്ടിഞ്ഞ് കൊണ്ടുപോരും. ഈ ചെറുക്കന് ഒരു വൃക്ഷത്തായി കെട്ടി കേട്ടോ. അവനിത് അറിഞ്ഞില്ല, സാറ് തന്നു വിട്ടതല്ലേ. അവൻ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പൊക്കി പിടിച്ച് ട്രോഫി കൊണ്ടുവരുന്നോണാ വരുന്നത്. ഈ കൊച്ചു ചെറുക്കനെ സാറ് കൊടുത്തു വിട്ട സാരമല്ലേ. കൊണ്ടുവന്നപ്പോഴല്ലേ ഈ നാട്ടുകാരെല്ലാം കണ്ടവരെല്ലാം ചോദിച്ചു, ഇതെന്താ മക്കളെ, നിനക്ക് തന്നെ നടക്കാൻ വയ്യ, വായിക്കടക്ക് ചുമക്കാൻ പോലും വയ്യ, ഇനി ഈ ട്രോഫി പോലെ ഈ സാധനം എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് പോടാ, ഇതൊന്നിനും കൊള്ളത്തില്ല, ഇതൊരു പാഴ്ചെടിയാണ്, ഇതൊരു വൃഥാധ്വാനാണ്, ഇത് കാശിനും കർമ്മത്തിനും കൊള്ളാത്ത, സാറുമാർക്ക് വേറെ പണിയില്ല. ആ ചെറുക്കനോട് പറഞ്ഞു. ചെറുക്കൻ ശ്രദ്ധ പോലും കൊടുത്തില്ല. കാരണം ഇതെൻ്റെ സാറ് തന്നു വിട്ടതാ. അവനൊരു വിശ്വാസമുണ്ട്, സാറ് പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യും. വീട്ടിൽ വന്നു, അയലോക്കക്കാരൊക്കെ ഒത്തുകൂടി, അവരെല്ലാവരും പരിഹസിച്ചു, എല്ലാവരും പൂജിച്ചു. ഇതിനിടയ്ക്ക് തന്ത അപ്പൻ ഇങ്ങോട്ട് ആവേശത്തോട് വന്നിട്ട് ഈ ചെറുക്കൻ കൊണ്ടുവന്ന ആ വൃക്ഷത്തിൻ്റെ ചെടിയുടെ ഒരു ഇല ഇങ്ങോട്ട് പറിച്ച് കയ്യിലിട്ടൊന്ന് ഞെരടി മണപ്പിച്ച് ഒരൊറ്റ എറി കൊടുത്തിട്ട് പറഞ്ഞു, വിധിച്ചു, പാഴ്ചെടി, കാശിനും കർമ്മത്തിനും കൊള്ളില്ല, ഇതിവിടെ വെക്കണ്ട. പക്ഷെ ചെറുക്കൻ സമ്മതിച്ചില്ല. അയലോക്കക്കാരും നാട്ടുകാരും വീട്ടുകാരും അപ്പനും പറഞ്ഞിട്ടും സാറ് പറഞ്ഞ വാക്കിന് വില കൊടുത്തുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ അവൻ വന്ന് വെള്ളം പോലും കുടിക്കാതെ, യൂണിഫോം പോലും ഊരാതെ, ഒരു തടമെടുത്ത് വെള്ളമൊഴിച്ച് വളമിട്ട് അവൻ അതവിടെ കുഴിച്ചു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വളരാൻ തുടങ്ങി. അത് ഇത്രയും പരിഹാസവും നിന്നെ ഉണ്ടായിട്ടും അത് വളരാൻ തുടങ്ങി. വളരുമ്പോഴും ആളുകൾ വെറുതെ വിട്ടില്ല കേട്ടോ. ചില ആളുകൾ കാണുമ്പോൾ തേട്ടി വരുന്നതല്ല, അവർ അന്നേരവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക, പുച്ഛിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾ അങ്ങനെയാണല്ലോ, അവർക്കിതേ അറിയൂ. ചെടി വെള്ളമൊഴിച്ചു, വളമിട്ടു, ചെറുക്കൻ വളർന്ന് ചെടി വളർന്നു വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് അത് പൂക്കാൻ തുടങ്ങി, അത് കായ്ക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു ഫലം പുറപ്പെടുവിച്ചു. കൗതുകത്തോടെ അവൻ നോക്കിയിരുന്നു, എന്താണ് ഈ ഫലം? സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സുന്ദരമായ ഒരു പനിനീർ ചാമ്പയ്ക്ക. പ്രിയപ്പെട്ടവരെ, സുന്ദരമായ ഒരു പനിനീർ ചാമ്പയ്ക്ക ഇങ്ങനെ കായ്ച്ച് കുലുകി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഇത് കണ്ടിട്ട് സന്തോഷം തുള്ളിച്ചാടിയ ചെറുക്കൻ ആ വൃക്ഷത്തിൻ്റെ മുമ്പിലോട്ട് ചെന്ന് നിന്നിട്ട് വളരെ സങ്കടത്തോട് ചോദിച്ചു, അല്ലയോ പനിനീർ ചാമ്പേ, അല്ലയോ പനിനീർ ചാമ്പേ, നിന്നെ സ്കൂളിൽ നിന്ന് ചുമന്നുകൊണ്ട് വന്ന സമയം മുതൽ, ഇവിടെ കുഴിച്ചു വെച്ച സമയം മുതൽ, നീ വളരുന്ന ഓരോ ഘട്ടത്തിലും നിന്നെ കണ്ടവരും നിന്നെ കേട്ടവരും എല്ലാവരും നിന്നെ പൂജിച്ചു, എല്ലാവരും നിന്നെ ആക്ഷേപിച്ചു, നിനക്ക് കണ്ണീര് മാത്രം തന്നു, നിനക്ക് സങ്കടം മാത്രം സമ്മാനിച്ചു. അല്ലയോ പനിനീർ ചാമ്പേ, ഇങ്ങനെ എല്ലാവരും പൂജിച്ചപ്പോൾ സത്യമായിട്ട് ചോദിക്കുക, നിനക്ക് സങ്കടം വന്നില്ലേ? എല്ലാവരും ഇങ്ങനെ തള്ളിപ്പറഞ്ഞപ്പോൾ നിനക്ക് സങ്കടം തോന്നിയില്ലേ?
ഈ കുഞ്ഞു മനസ്സിൽ നിന്ന് ചെടിയോട് ചോദിച്ചപ്പോൾ ചെടി പറഞ്ഞു, കുഞ്ഞേ എനിക്കൊരിക്കലും സങ്കടം തോന്നിയിട്ടില്ല. പറയാനുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പോരൊഴിയിലും പറയും, അത് നല്ലിലേയും പറയും, കേരളത്തിൽ എവിടെയും അത് പറയും. പറയാനായിട്ട് കുറേ ആൾ, മറ്റുള്ളവർക്ക് കണ്ണീര് കൊടുക്കാനായിട്ട് കുറേ ആളുകൾ ജന്മം എടുത്തിരിപ്പുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. അവർ പറഞ്ഞോട്ടെ, നീ വളരരുത്, നീ വളരണം, നീ തളർന്നു പോകരുത്. ചെട്ടി പറഞ്ഞു, ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല, എനിക്ക് സങ്കടം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് കേൾക്കണോ? ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാ പിള്ളേരും ഓർത്തോണം, പോയി ചാവാനൊന്നും പോയേക്കരുത്. അവരത് പറഞ്ഞേ ഇത് പറഞ്ഞേന്നും പറഞ്ഞ് ചാവാനൊന്നും പോക്കരുത്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. യോബ് പറഞ്ഞു, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം ജീവിച്ചിരിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം ജീവിച്ചിരിക്കുന്നു. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഞാൻ കുലുങ്ങിപ്പോകില്ല. ഉസ്താദ് യസ്രിമിനെ ഞാനൊന്ന് അനുസ്മരിച്ചോട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം എല്ലാ പ്രസംഗങ്ങളിലും, ആടുന്ന കൊമ്പിലെ പാടുന്ന കിളി. ഭയങ്കര കൊടുങ്കാറ്റ്, ഒരു വലിയ വൃക്ഷത്തിൻ്റെ ഏറ്റവും ബലഹീനമായ ഒരു കമ്പ് ആടി ഒലയുകയാണ് പ്രിയപ്പെട്ടവരെ. ഏത് നിമിഷവും ഈ കമ്പ് ഒടിഞ്ഞ് തകർന്നു പോകാം. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു കുരുവിക്കിളി ഇതിൻ്റെ അഗ്രത്ത് കുത്തിയിരുന്ന് പാടുകയാണ്. കൊമ്പ് ആടി ഒലയുമ്പോഴും അതിൻ്റെ അഗ്രത്ത് കുത്തിയിരുന്ന് പാടി തകർക്കുമ്പോൾ ഒരു മനുഷ്യനടുത്ത് ചെന്ന് ചോദിച്ചു, മണ്ടനായ കുഞ്ഞുകിളി, ഈ ചെറിയ ചില്ല ഏത് നിമിഷം ഈ പെരുങ്കാറ്റ് തൊടിഞ്ഞു വീഴാം. അങ്ങനെ കൊമ്പൊടിഞ്ഞു വീണാൽ നിന്റെ അവസ്ഥ എന്താകും? നീ ചത്തുപോകില്ലേ? കിളി പറഞ്ഞു, എനിക്കതിൽ പേടിയില്ല. പേടിയുണ്ടെങ്കിൽ ഈ കൊടുങ്കാറ്റിൽ ഞാൻ കുത്തിയിരുന്ന് പാടുമോ? അതെന്താ നിനക്ക് പേടിയില്ലാത്തത്? എൻ്റെ വിശ്വാസം ഞാനിരിക്കുന്ന ഈ കൊമ്പിലല്ല, എൻ്റെ വിശ്വാസം എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ചിറകുകളിലാണ്. കൊമ്പൊടിഞ്ഞ് താഴേക്ക് വീണാലും ഞാൻ എൻ്റെ ചിറകുകൊണ്ട് ഉയരങ്ങളിലേക്ക് പ്രവേശിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. സ്വത്ത് പോകട്ടെ, മുതൽ പോകട്ടെ, മക്കൾ പോകട്ടെ, ഇതൊന്നും എൻ്റെ ഭക്തിയെ നഷ്ടപ്പെടുത്തരുത്. ഒറ്റ കാര്യം കൂടി, മൂന്നാമത്തെ ഒറ്റ സന്ദേശം, ഒരു മനുഷ്യൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം. മറന്നു പോകരുത്. സന്തോഷത്തിൻ്റെ കാരണം ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നതിലാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.